അപ്പം ഈ ഒരു മാറ്റം കാണുകയും അപ്പം നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന മൊബൈലിൽ സിനിമ എടുക്കാം എന്നുള്ള സാധനം നമ്മൾ എന്തുകൊണ്ട് എഐയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് എഐ ഫിലിം മേക്കിങ്ങിലേക്ക് എന്ന് പറയുന്ന ഒരു ഷിഫ്റ്റ് നമ്മൾ നടത്തുന്നത്. അപ്പം അപ്പം എനിക്കിത് പഠിക്കണം, ഇത് പഠിക്കാൻ ഇവിടെ പഠിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ അന്വേഷിച്ച് എനിക്ക് യു എസിലുള്ള ഒരു ഒരു സൈബർ മെന്ററായിട്ട് കിട്ടുന്നു. പുള്ളി ഹോളിവുഡ് സ്റ്റുഡിയോസിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യുന്ന മനുഷ്യനാണ്. സാധാരണ ഒരു മിഡ് ലെവലിൽ നിൽക്കുന്ന ഒരു ഫിലിം അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം മേക്കറെ ഹോളിവുഡ് ലെവലിലുള്ള ഒരു അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി പറ്റുന്ന ആളുകളാക്കി മാറ്റാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ എന്താ പറയാ ചിന്തയുടെ ലിമിറ്റേഷൻ ആണ്. സ്കൂൾ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് തുടങ്ങുന്ന മലയാളത്തിലാണ്. നമ്മൾ മലയാളം ഫിലിം ഇൻഡസ്ട്രി അത്രയേറെ ഗ്ലോബലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പൊ ഞാനെപ്പോഴും എൻ്റെ ആസ്പയറിംഗ് ഫിലിം മേക്കേഴ്സ് സ്റ്റുഡൻസിനോട് പറയുന്ന സംഗതി എന്ന് വെച്ചാല്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആയുധം എന്ന് പറയുന്നത് ഹോളിവുഡിലുള്ള ഒരു സ്റ്റുഡിയോയിലുള്ള ഒരു ടെക്നീഷ്യന്റെ കയ്യിലിരിക്കുന്ന അതേ ആയുധമാണ്. ഓക്കെ, ഈ ആയുധം വെച്ച് സായിപ്പ് നിങ്ങളോട് പറഞ്ഞു തരുന്ന, സായിപ്പിന് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങൾ ഒന്നാണ്. വരുൺ രമേശാണ് നമ്മുടെ കൂടെ ഉള്ളത്. വരുൺ എല്ലാവർക്കും അറിയാം. നമ്മൾ കുറച്ചു നാൾ മുൻപ് ഒരു നായകൻ കമൽഹാസന്റെ കൂടെ ഒരു കാർഡ് പിടിച്ച് നിൽക്കുന്നത് കണ്ടിരുന്നു. സ്കൂൾ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്നാണ് ആ കാർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ ലോഞ്ച് ചെയ്തത് കമൽഹാസനാണ്. വരുൺ, വെൽക്കം. താങ്ക് യു വെരി മച്ച്. പക്ഷെ ആ മൊമെന്റിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു. നമ്മുടെ കമൽ സാറ് യു എസിൽ പോയിട്ട് എഐ ഫിലിം മേക്കിംഗ് പഠിച്ച് വന്നതിന്റെ ലാൻഡ് ചെയ്തതിന്റെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചെന്നൈയിലോട്ട് എത്തുന്നത്. ചെന്നൈയിലെ രാജ് കമൽ ഫിലിം ഇന്റർനാഷണൽ പോകുന്നു. നമ്മൾ പണ്ടൊക്കെ ഈ വലിയ സ്ക്രീനിൽ മാത്രം കണ്ട, തിയേറ്ററിൽ കണ്ട ഒരു മനുഷ്യൻ കാത്തു നിൽക്കുന്ന ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു എന്നെ സംബന്ധിച്ചത്. അത് അത്രയും പ്രിയപ്പെട്ട ഒരാളാണ്, കണ്ണുകൊണ്ട് അഭിനയിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോ ആ മനുഷ്യൻ ഇങ്ങനെ വരുന്നു നമ്മളോട്. ഞങ്ങളൊരു 10 മിനിറ്റ് ആയിരുന്നു ചോദിച്ചത്. 10 മിനിറ്റ് നമ്മളുമായിട്ട് ഒരു പുതിയ കോൺസെപ്റ്റിനെ കുറിച്ച് പറയാനും സംഗതികളൊക്കെ. പുള്ളിയെ സംബന്ധിച്ച് നമുക്ക് എഐ ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് ഞങ്ങൾ കൂടുതൽ പറഞ്ഞ് ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം യു എസിൽ 45 ഡേയ്സ് അദ്ദേഹത്തിന്റെ എഐ ഫിലിം മേക്കിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ലാൻഡ് ചെയ്ത സമയമായിരുന്നു. അപ്പം പക്ഷെ ഒരു 10 മിനിറ്റ് ചോദിച്ച ആ ഒരു സെഷൻ ഏതാണ്ട് 1 മണിക്കൂറോളം പോവുകയും അതൊരു വലിയ എന്താ പറയാ, ഞങ്ങളെ സംബന്ധിച്ച് സ്കൂൾ ഓഫ് സ്റ്റോറി ടെല്ലിങ്ങിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു മൂവ്മെന്റ് ആയി മാറുകയും ഞങ്ങളുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ലോഞ്ച് അവിടെ വെച്ചിട്ട് അദ്ദേഹം തന്നെ നിർവഹിക്കുകയും ചെയ്തു. പിന്നെ ഇനി അതിനുശേഷമുള്ള കാര്യങ്ങൾക്കും ഭാവി പ്രവർത്തനങ്ങൾക്കും ഒക്കെ നമുക്ക് ഒന്നിച്ച് പല മേഖലകളിലും എക്സ്പ്ലോർ ചെയ്യാം എന്നൊക്കെയുള്ള ഉറപ്പോട് കൂടിയാണ് അവിടെ നിന്ന് തിരിച്ചു പോരുന്നത്. അപ്പൊ ആ അഷുറൻസും തന്നു. വെരി ഗുഡ്. സ്കൂൾ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് പറയുമ്പോൾ ആക്ച്വലി സ്റ്റോറി ടെല്ലിംഗ് ഫ്രം 2005 ഓൺവേർഡ്സ് യു ഹാവ് ബീൻ ആസ് എ ജേർണലിസ്റ്റ് ഡൂയിങ് ദ സ്റ്റോറി ടെല്ലിംഗ് തിങ്. ഏത് സമയത്താണ് ഇതിനൊരു എ ഐ ഇന്റഗ്രേഷൻ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയണത് എപ്പോഴും? ഞാൻ ആക്ച്വലി പുതിയ കാലത്തെ കഥ പറച്ചിൽ എങ്ങനെയാകണം അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ് എങ്ങനെയാവണം എന്നതിനെ കുറിച്ച് കുറെ കാലം ഇപ്പം ജനറേറ്റീവ് എ ഐ എന്ന് പറയുന്ന ഒരു സംഗതി, അതായത് നമ്മളുടെ ഭാഷയിൽ നമ്മുടെ യന്ത്രങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പറ്റുന്ന സംഭവം ഓപ്പൺ എ ഐ എന്ന് പറയുന്ന ഒരു കമ്പനി 2022 കൊണ്ടുവരുന്നതോടെയാണ് എ ഐ എന്ന് പറയുന്നത് കോമൺ മാന് കിട്ടുന്നത്. അതിന് മുമ്പേ എ ഐ ഉണ്ട്, പല രൂപത്തിലും പല ഭാവത്തിലും എ ഐ ഉണ്ട്. പക്ഷെ അന്നൊക്കെ മെഷീൻസിന് മാത്രമാണ്, അല്ലെങ്കിൽ മെഷീന്റെ ലാംഗ്വേജ് അറിയുന്നവർക്ക് മാത്രമാണ് അതിനോടൊക്കെ സംസാരിക്കാൻ വേണ്ടി പറ്റിയത്. ഇപ്പൊ അങ്ങനെയല്ല. ജനറേറ്റീവ് എയുടെ കാലം മുതൽ ഒച്ച മലയാളത്തിൽ പറഞ്ഞാലും സം എക്സ്റ്റെൻഡ് അത് അവർക്ക് കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനൊരു 2013-14 കാലഘട്ടത്തിൽ ഞാൻ ജേർണലിസ്റ്റ് ആയിട്ട് മാതൃഭൂമിയിൽ ഇരിക്കുന്ന സമയത്ത്, വിഷ്വൽ മീഡിയ ഇതിൽ ജേർണലിസ്റ്റ് ആയിട്ട് മാതൃഭൂമി ടെലിവിഷന്റെ ഡിജിറ്റൽ വിങ്ങിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ പുതിയ കാലത്ത് സ്റ്റോറി ടെല്ലിംഗ് എന്താണ്, എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള എൻ്റെ ഒരു പേഴ്സണൽ അക്കാദമിക് ഇൻട്രസ്റ്റിന്റെ ഭാഗമായി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഡിജിറ്റൽ മീഡിയ ഈ ടെലിവിഷൻ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ ടെലിവിഷൻ വ്യൂവർഷിപ്പിന്റെ അല്ലെങ്കിൽ ആ ഒരു ഗ്രാമറിനെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയുക ഒരു മാർക്കറ്റിംഗ് ഷിഫ്റ്റ് എങ്ങനെയാണ് നടക്കുന്നത് ഭയങ്കര ക്യൂരിയസ് ആയി ഞാൻ. ഒരു മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഞാനൊരു കവർ സ്റ്റോറി ചെയ്തു. ആ സമയത്ത്
അതിന്റെ പേര് നമ്മൾക്ക് ഈ ന്യൂസ് റൂമുകൾ ഇടിച്ചു നിരത്തണം എന്നായിരുന്നു ആ കവർ സ്റ്റോറിയുടെ ക്യാച്ച്. നമ്മൾക്ക് ഈ ന്യൂസ് റൂമുകൾ ഇടിച്ചു നിരത്തണം. 2013 മാതൃഭൂമിയിൽ അന്ന് കമൽറാം ആയിരുന്നു എഡിറ്റർ. അപ്പം ആ സമയത്ത് അങ്ങനെ ഒരു സംഭവം ചെയ്തു. അന്ന് അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി കാരണം വെച്ചാല് അന്ന് നമുക്ക് 2012 13 പറയുന്ന കാലഘട്ടം അറിയാം. എല്ലാവരും ടെലിവിഷന്റെ മുമ്പിൽ വളരെ ഇതായിട്ട് ടെലിവിഷൻ അജണ്ട നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാലമാണത്. അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞത് 2016 കൂടി, 2015-16 കൂടി ടെലിവിഷന്റെ ടോട്ടൽ ഈ ആഡ് റവന്യൂ ആണല്ലോ ഇതിനെ നിലനിർത്തുന്നത്. അതിനെ ഡിജിറ്റൽ മറികടക്കും എന്നുള്ളതായിരുന്നു നമ്മൾ അന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ പലരും നമുക്ക് ഭ്രാന്താണ്, ഇതൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം കമൽറാം സാർ തന്നെ ശശികുമാർ സാറുമായിട്ടുള്ള ഇന്റർവ്യൂ നടത്തുന്നുണ്ട് ഒരു 2 മാസത്തിന് ശേഷം. ശശികുമാർ സാർ വളരെ കൃത്യമായിട്ട് അന്ന് ഒരു 2 മാസത്തിന് ശേഷം പറഞ്ഞിട്ടുള്ളത് വെച്ചാല് പരമ്പരാഗത മാധ്യമങ്ങളുടെ കാലം കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി ഡിജിറ്റലാണ് വരാൻ വേണ്ടി പോകുന്നത്. ഡിജിറ്റലാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഡിജിറ്റൽ അന്നേ ഉണ്ട്, വളരെ പ്രോമിനന്റ് ആയിട്ട് തന്നെ ആ കാലഘട്ടത്തിലുള്ള ഡിജിറ്റൽ ആയിരിക്കും ഇത് നിർണ്ണയിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഡിജിറ്റലിന്റെ ഒരു ടെലിവിഷനിൽ പറയുന്ന രൂപത്തിൽ നമ്മളുടെ മൊബൈലുകളോട് ഡിജിറ്റൽ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് പിന്നെ മൊബൈൽ ഫോണിലാണെന്ന് അറിയാം. അപ്പൊ മൊബൈലിന്റെ വെർട്ടിക്കൽ ഫോണിൽ എങ്ങനെയാണ് ഒരു യൂസർ ബിഹേവിയർ പാറ്റേൺ എന്താണെന്ന് പഠിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ ഇന്ത്യയിൽ ആദ്യത്തെ വെർട്ടിക്കൽ പ്രോഗ്രാം ഏഷ്യാനെറ്റ് ന്യൂസ് ഡിജിറ്റലിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. വെർട്ടിക്കൽ ഫസ്റ്റ് ഒരു ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. പിന്നെ എങ്ങനെയാണ് വെർട്ടിക്കൽ അതിനൊരു ഗ്രാമർ എന്ന വിഷ്വൽ ഗ്രാമർ എങ്ങനെയാണ്, ആളുകൾ എങ്ങനെയാണ് കാണുന്നത്, ഹൊറിസോണ്ടൽ ആയിട്ട് വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ക്യാമറയുടെ മുകളിൽ വെച്ച സംഭവങ്ങളെ മൊബൈലിൽ എങ്ങനെയൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ മൊബൈൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. മോജോ മൊബൈൽ ജേർണലിസം എന്ന് പറയുന്ന ഒരു സാധനത്തെ നമ്മൾ കുറെ കാലം അതിന്റെ പിന്നാലെയുള്ള എക്സ്പെരിമെന്റിലും സാധനങ്ങളൊക്കെ ആയിരുന്നു. എന്റെ മെന്ററായിട്ടുള്ള ദേവദാസ് രാജാറാം സാർ പുള്ളി ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസത്തിലെ ഡിജിറ്റലിന്റെ ഹെഡായിരുന്നു. ഇപ്പൊ അലയൻസ് യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പം പുള്ളിയും ഞങ്ങളൊക്കെ ഒരു ടീമുണ്ട്, ഞങ്ങൾക്ക് ചെറിയൊരു ടീമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ആയിരുന്നു ഇതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. പുതിയ കാലത്തെ കഥ പറച്ചിൽ പുതിയ രീതിയിലായിരിക്കണം, അത് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആ മാറുന്നതിനനുസരിച്ച് നമ്മളും റീഡിഫൈൻ ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു പോയിന്റ്. അപ്പം ആ പോയിന്റിൽ ഇപ്പം 2014, 15, 16 കാലഘട്ടത്തിൽ മൊബൈൽ സ്റ്റോറി ടെല്ലിംഗ്, മൊബൈൽ ജേർണലിസത്തിലേക്ക് പോവുകയും വിഷ്വൽ പ്രൊഡക്ഷൻ അങ്ങനെ നടത്തുകയൊക്കെ ചെയ്യുന്ന നമ്മൾ ആ സമയത്തും സിനിമ എന്നെ സംബന്ധിച്ച് വളരെയധികം താല്പര്യമുള്ള, സിനിമ എല്ലാവർക്കും ഓഫ് കോഴ്സ് താല്പര്യമുള്ള സംഗതിയാണ്. പക്ഷെ സിനിമയുടെ ഗ്രാമർ, സിനിമ എങ്ങനെ ഐഫോണിൽ ഒരു സിനിമ എടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം അന്നത്. അപ്പം അത് പോസിബിൾ ആണ് എന്ന് പിന്നീട് മനസ്സിലാവുകയും നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റിലൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഐഫോൺ ഫിലിം മേക്കിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ കുറച്ചു കാലം പഠിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2020-22 AI എന്ന് പറയുന്ന ഒരു സാധനം വലിയ ഒരു ഡൊമൈനിലേക്ക് വരുന്നത്. അന്ന് കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, നമ്മളുടെ ഈ AI ഉണ്ടാക്കിയ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ഒട്ടും ഫിസിക്സ് ഒന്നും കറക്റ്റ് അല്ലാത്ത, അതിന്റെ കൈയും കാലും കണ്ണൊക്കെ എന്തൊക്കെയോ കോമിക് രൂപങ്ങളൊക്കെ ആയിരുന്നു ആദ്യം ഉണ്ടാക്കി വന്നത്. ഇപ്പം നമ്മുടെ ഈ സ്പെഗറ്റി കഴിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു, ഒരു അമേരിക്കൻ ആക്ടർ, പേര് മറന്നു. ഓക്കെ, അതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ക്വാളിറ്റി ഒട്ടും ഫീൽ ചെയ്യാത്തൊരു ഒരു കാലഘട്ടത്തിലായിരുന്നു നമ്മൾ ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നത്. പക്ഷെ അന്ന് ഏതാണ്ട് 2 മാസത്തിന് ശേഷം ആ വിഷ്വലിന് വന്ന മാറ്റം ഞാൻ ശ്രദ്ധിക്കുകയാണ്. വിഷ്വലിന് വന്ന മാറ്റം ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് പിന്നെ വരികയാണ്. പിന്നെ ദ ഫ്രോസ്റ്റ് എന്നിട്ടൊരു സിനിമ വരികയാണ്, ദ ഫ്രോസ്റ്റ്. അപ്പൊ അത് യൂട്യൂബിൽ ഇപ്പോഴും കാണുന്നുണ്ട്. ദ ഫ്രോസ്റ്റ് എല്ലാവരും കാണാവുന്ന പടമാണ് ദ ഫ്രോസ്റ്റ്. അന്ന് മുഖമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇത് സിനിമയിൽ പല രൂപത്തിൽ ഇതിനെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ എന്നുള്ള ആലോചിക്കുകയും ഇതിന്റെ ഒരു വളർച്ചയുടെ 2 മാസം കഴിഞ്ഞിട്ട് വന്ന വിഷ്വലിന്റെ രൂപം പോലും ഒരു കൃത്യമൊന്നും ആയിരുന്നില്ല, റിയലിസത്തോട് അടുത്ത് നിൽക്കുന്നൊന്നും ആയിരുന്നില്ല. പക്ഷെ ഇതിന്റെ വളർച്ച, ഇതിന്റെ എക്സ്പെണൻഷ്യൽ ആയിട്ടുള്ള വളർച്ചയായിരുന്നു എന്റെ ഒരു ശ്രദ്ധ പതിഞ്ഞത്. അപ്പൊ ഇതിങ്ങനെ പോവുകയാണെങ്കിൽ 2 മാസം കൊണ്ട് ഇതിന് ഇത്ര വളരാൻ വേണ്ടി പറ്റിയാണ്. ഇതൊരു 2 കൊല്ലം കഴിഞ്ഞ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ 2022 ആലോചിക്കുമ്പോൾ 24 ആകുന്നപ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് മാറുന്നതിനെ കണ്ടത്. 23 കഴിയുന്നതോട് തന്നെ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു പൊട്ടൻഷ്യൽ നമുക്ക് കാണിച്ചിരിക്കും. അത് യഥാർത്ഥമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും അല്ല കേട്ടോ, അത് ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്നാണ്. ഇതിനറിയാവുന്ന സയന്റിസ്റ്റുകളുടെ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതല്ല, ഇനി ഒരുപാട് സംഗതികൾ മാറ്റം വരാനുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു മാറ്റം കാണുകയും അപ്പം നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന മൊബൈലിൽ സിനിമ എടുക്കാം എന്നുള്ള സാധനം
നമ്മൾ എന്തുകൊണ്ട് എ ഐയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് എ ഐ ഫിലിം മേക്കിങ്ങിലേക്ക് എന്ന് പറയുന്ന ഒരു ഷിഫ്റ്റ് നമ്മൾ നടത്തുന്നത്. അപ്പം അപ്പം എനിക്കിത് പഠിക്കണം, ഇത് പഠിക്കാൻ ഇവിടെ പഠിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ അന്വേഷിച്ച് എനിക്ക് യു എസിലുള്ള ഒരു ഒരു സൈബർ മെന്ററായിട്ട് കിട്ടുന്നു. പുള്ളി ഹോളിവുഡിന് വേണ്ടിയിട്ട് ഫിലിംസ് ഒക്കെ ഹോളിവുഡ് സ്റ്റുഡിയോസിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യുന്ന മനുഷ്യനാണ്. ക്ലാബ് എന്നിട്ട് പുള്ളി പിന്നെ ഡെവിൻ ക്ലാർക്കിനെ പോലത്തെ ആളുകൾ നമ്മളുമായിട്ട് കണക്റ്റഡ് ആവുന്നു. അവരിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റുന്നു. അപ്പം ഈ ഒരു മാറ്റത്തോടു കൂടി ഞാൻ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മുടെ ഈ സിനിമ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു 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 കുട്ടി ആലോചിക്കാം. ആ കുട്ടിയുടെ ഏറ്റവും വലിയ തടസ്സം അല്ലെങ്കിൽ ഒരു ഒരു ചെറുപ്പക്കാരൻ ആലോചിക്കാം. അവരുടെ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് ഒന്ന് സാങ്കേതിക സംവിധാനങ്ങളുടെ തടസ്സമാണ്. സാങ്കേതിക സംവിധാനം ഹോളിവുഡ് നിലവാരത്തിലുള്ള സാങ്കേതിക സംവിധാനം നമ്മുടെ കയ്യിലില്ല. 2 പണമാണ് പ്രശ്നം. 3 ഭാരിച്ച സമയവും അതിലുള്ള ടെക്നിക്കൽ കോംപ്ലക്സിറ്റിയും വലിയ പ്രശ്നങ്ങളാണ്. ഇത്രയും സംഭവങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോഴായിരുന്നു ഞാൻ റൺവേ ML എന്ന് പറയുന്ന ഒരു മോഡലിനെ കുറിച്ച് പിന്നെ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു, കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ക്രിസ്റ്റബോൾ വെലൻസുല എന്ന് പറയുന്ന ഈ റൺവേ MLന്റെ സിഇഒന്റെ കഥ ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സിഇഒ ചിലിയൻ സ്വദേശിയാണ്. അപ്പം മൂപ്പരെ സംബന്ധിച്ചാല് ഹോളിവുഡിൽ പിന്നെ വലിയ പിന്നെ വിഷ്വൽ എഫക്ട്സും ഗ്രാഫിക്സും ഒക്കെ വെച്ചില്ല തമർത്താടുന്ന, നമ്മളുടെ ഭാഷ തമർത്താടിക്കൊണ്ടിരിക്കുന്ന കുറെ ദൃശ്യങ്ങളുള്ള കുറെ സിനിമകൾ വരുന്നു. പക്ഷെ ചിലിയില് ഒരു ഒരു ലാറ്റിൻ അമേരിക്കൻ കൺട്രി ആയ ഈ ചിലിയില് എനിക്ക് ഇത്തരം സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ എവിടെയാണ് ഇതിന്റെ പ്രശ്നം എന്ന് പഠിക്കാൻ അങ്ങനെ മൂപ്പര് ഈ അമേരിക്കൻ ഹോളിവുഡിനെ ചലഞ്ച് ചെയ്യുന്ന രൂപത്തിലേക്ക് റൺവേ ML എന്ന് പറഞ്ഞിട്ട് ഇവരും കുറെ ഡേറ്റാ സയന്റിസ്റ്റുകളും AI സയന്റിസ്റ്റുകളും ഒക്കെ ഒന്നിച്ചിട്ടാണ് ഈ റൺവേ ML എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്, ഒരു AI പ്രോഡക്റ്റ് മുന്നിലേക്ക് വരുന്നത്. അതിനും ആദ്യഘട്ടത്തിലൊന്നും റിയലിസവുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ റൺവേ ML എത്തി നിൽക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാസീവാണ്. കാരണം നമ്മളൊരു ഒരു 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 ഷോട്ട് ലെഫ്റ്റ് നിന്നും റൈറ്റ് നിന്നും ഒരു നായകന്റെ ഷോട്ട് എടുത്തു. ഫ്രണ്ടിൽ നിന്ന് എടുക്കാൻ നമുക്ക് വിട്ടുപോയി, ലൈറ്റ് പോയി, ഫ്രണ്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടി വിട്ടുപോയി. അത് റൺവേ ML തരും. റൺവേ ML ഉണ്ടാക്കി തരാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഒരു ഏരിയൽ ഷോട്ട് വേണം, ആ ഏരിയൽ ഷോട്ട് വിട്ടുപോയി, അത് വേണമെങ്കിൽ റൺവേ ML ഉണ്ടാക്കി തരും. അങ്ങനെ ഇതിനൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ ഒരു എന്താ പറയാ ഒരു ഹൈബ്രിഡ് സ്ഥലത്തായിരിക്കും. ഒരുപക്ഷെ നമ്മൾക്ക് ക്യാമറ കൊണ്ട് എടുത്ത കുറച്ച് സാധനങ്ങൾ ചിലപ്പോൾ എൻഹാൻസ് ചെയ്യാനുണ്ടാവും, അതിൻ്റെ അകത്ത് ചില എലമെന്റുകൾ ആഡ് ചെയ്യാനുണ്ടാവും. അങ്ങനെ വലിയ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതിന്റെ ചെറിയ ഉദാഹരണങ്ങൾ നേരത്തെ കണ്ടുകൊണ്ടുണ്ടായിരുന്നു. റൺവേ ആണ് എന്നെ സംബന്ധിച്ച് ഇത് വേറൊരു തരത്തിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഫാൻ. പിന്നെ ഞാൻ പുള്ളിയുടെ ഒരു ഫാനുമാണ്, ഹാർഡ് കോർ ഫാനാണ്. ക്രിസ്റ്റബോൾ വെലൻസുല എന്ന് പറയുന്ന റൺവേയുടെ CEO. ബാക്കി കുറെ AI മോഡലുകൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഈ സാധാരണ ഒരു മിഡ് ലെവലിൽ നിൽക്കുന്ന ഒരു ഫിലിം അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം മേക്കറെ ഹോളിവുഡ് ലെവലിലുള്ള ഒരു അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി പറ്റുന്ന ആളുകളാക്കി മാറ്റാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ എന്താ പറയാ ചിന്തയുടെ ലിമിറ്റേഷൻ ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങളുടെ ലിമിറ്റേഷൻ AI ഒരു വിഷ്വൽ ഉണ്ടാക്കാനുള്ള ലിമിറ്റേഷൻ ആണ്, നിങ്ങളുടെ ചിന്തയുടെ ലിമിറ്റേഷൻ ആണ്, അല്ലെങ്കിൽ ഇമാജിനേഷന്റെ ലിമിറ്റേഷൻ ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വളരെ ഇതായിട്ടുള്ള ഒരു മനുഷ്യനോട് ഭയങ്കര ആരാധന തോന്നുന്നത്. പിന്നെയാണ് ഇതിന്റെ അകത്ത് മറ്റ് മോഡലുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, AI എസ് എ ഹോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, AI സയന്റിസ്റ്റുകളോട് സംസാരിക്കാനും അതിന്റെ ഒരു പാറ്റേണുകൾ എങ്ങനെയൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഇനി എന്താകും 2026 ശബ്ദം കൊണ്ട് പ്രോംപ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാലം വരാൻ വേണ്ടി പോകുന്നു. ടെക്സ്റ്റിനേക്കാൾ നന്നായിട്ട് ശബ്ദത്തിൽ നമുക്ക് പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റിയാൽ കൂടുതൽ നല്ല സ്റ്റോറി ബോർഡുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഈ ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ ഇതിനകത്ത് ഇതാക്കിയത്. പിന്നെ ഇത് നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇത് കിട്ടണം. നമ്മളിത് കുട്ടികൾക്ക് കിട്ടണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഭാഷ ഒരു പ്രശ്നമാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ ടെക്നിക്കലായുള്ള ടേംസ് ചിലപ്പം നമ്മൾക്ക് എല്ലാ കുട്ടികൾക്കും വളരെ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റിക്കൊള്ളണം. അങ്ങനെ വെർണാക്കുലർ ലാംഗ്വേജസിൽ അല്ലെങ്കിൽ ഇവ നമ്മൾ മലയാളത്തിൽ തുടങ്ങുന്നു, സ്കൂൾ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് തുടങ്ങുന്ന മലയാളത്തിലാണ്. നമ്മൾ മലയാളം ഫിലിം ഇൻഡസ്ട്രി അത്രയേറെ ഗ്ലോബലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. മലയാളത്തിൽ നമ്മൾ എന്തുകൊണ്ട് ഒരു AI ഒരു കോംപ്രഹെൻസീവ് AI ഫിലിം മേക്കിംഗ് പിന്നെ ഒരു മൂവ്മെന്റ്, ഇതൊരു കോഴ്സ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതൊരു കമ്മ്യൂണിറ്റി ഡ്രിവൺ ഒരു പ്രസ്ഥാനമായി മാറണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ മലയാളത്തിൽ തുടങ്ങുന്നു, മറ്റ് ഭാഷകളിലേക്കും ഉടനെ തന്നെ പോകാൻ വേണ്ടി പോകുന്നു. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു എന്നുള്ളതാണ്. പറയുമ്പോൾ തന്നെ
ഇതിലൊരു ഡെമോക്രറ്റൈസേഷൻ വരികയാണല്ലോ, ലൈക്ക് ഫിലിം മേക്കിംഗ്. അപ്പോൾ അതിന്റെ ഒരു എത്തിക്സ് ഉണ്ട്, അതിന്റെ ടെക്നോളജി ഉണ്ട്, ഇത്തരം കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതിനെ ഏത് രീതിയിലാണ് വരുൺ കാണുന്നത്? അതായത് ഇതൊരു ഇപ്പോ ഒരു മാറ്റം വരേണ്ടതുണ്ട് തീർച്ചയായിട്ടും. അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ആളുകളുടെ അടുത്ത് മാത്രം ഇരുന്നിരുന്ന ഒരു സംഭവം കഴിഞ്ഞൊരു 5, 6, 7 വർഷങ്ങളായിട്ട് ഇറ്റ്സ് ഹാപ്പനിങ് ആൻഡ് വി സീ യെസ്. വണ്ടേഴ്സ് ഹാപ്പനിങ് ഇൻ ദ പ്രോസസ്. പക്ഷെ ഈ AI പറയുമ്പോൾ ഇവര് പോലും അല്ല, ഇനി വരാൻ പോകുന്നത് ഒരു വേറെ ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾ പോലും ആയിരിക്കില്ല. എത്തിക്സിന്റെ കാര്യത്തിന്റെ അകത്ത് പറയാൻ തോന്നും. എത്തിക്കൽ AI എന്ന് പറയുന്നത് വലിയ കൺസേൺ ഉള്ള കാര്യമാണ്. എവിടെ വരെ നിങ്ങൾക്ക് പോവാം, എന്ത് ചെയ്യാം എന്നുള്ളതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യരുത് എന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റണം. കാരണം ഇപ്പൊ ഞാൻ കാണുന്ന ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളുടെ നടന്മാരുടെ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നു, നടന്മാരെ കൊണ്ട് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു, ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളുടെ നമ്മളെല്ലാം ആസ്വദിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ഒക്കെ കിടക്കണം. അപ്പോഴും ഒരു ഡിജിറ്റൽ റൈറ്റ് വാങ്ങിക്കാതെ എങ്ങനെ ഒരു നടന്റെ, ഒരു നടിയുടെ ചിത്രം ഉപയോഗിക്കാം, ശബ്ദം ഉപയോഗിക്കാം എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. ഈ ചോദ്യത്തെ നമുക്ക് അഡ്രസ് ചെയ്യാതെ ആ നടൻ ഒരു പൊതു സ്വത്താണ് എന്ന് കരുതുകയും ആ നടനെ കൊണ്ട് എനിക്ക് എന്തും പറയിപ്പിക്കാൻ വേണ്ടി പറ്റുമെന്ന്, നാളെ അഡ്വർടൈസിങ് ആയാലും എന്റെ സ്ഥാപനത്തിന്റെ അഡ്വർടൈസിങ് ആയാലും അല്ല വേറെന്തെങ്കിലും ഒരു അവന്റെ വികലമായ ചിന്തയിൽ തോന്നുന്ന ചില സാധനങ്ങളായാലും എല്ലാം നടനോ നടിയോ ഏൽപ്പിച്ച് കൊടുക്കുന്ന രൂപത്തിലേക്ക് ഇതിനെ മാറിയിട്ടുണ്ട്. ഇതൊരിക്കലും ഒരു നമ്മുടെ ഒരു എത്തിക്കൽ ഫ്രെയിംവർക്കിനകത്ത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന് കൃത്യമായിട്ട് നമ്മളെ നടന്മാർക്ക്, നടിമാർക്ക്, മാത്രമല്ല എഴുത്തുകാർക്ക്, കാരണം ഇതെല്ലാ ഫിലിം ഇൻഡസ്ട്രിയുടെ എല്ലാ മേഖലകളെയും, ഈവൻ റൈറ്റിംഗ് മുതൽ അപ് ടു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്നത് വരെയുള്ള എല്ലാ മേഖലകളും AI ടച്ച് ചെയ്യുന്നുണ്ട്. ഈ എല്ലാ മേഖലയിലും ഡിജിറ്റൽ റൈറ്റുകൾ ഉണ്ടാവണം. ഡിജിറ്റൽ റൈറ്റുകളെ കുറിച്ച് നമ്മളുടെ ഓഡിയൻസിനെ ബോധവാന്മാരാക്കണമെന്നും നമ്മുടെ നടന്മാരെയും നടിമാരെയും ടെക്നീഷ്യന്മാരെയും എഴുത്തുകാരെയും മുഴുവൻ കലാകാരെയും, സിനിമയായി ബന്ധപ്പെട്ടിരിക്കുന്ന മുഴുവൻ കലാകാരന്മാരെയും അങ്ങനെ ഒരു രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു റൈറ്റ് നിങ്ങൾക്കുണ്ട് എന്നുള്ള ബോധ്യപ്പെടുത്തും കൂടി വേണം. എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു വയലേഷൻ, ഇതൊരു വയലേഷനാണ്. ഈ വയലേഷൻ നമ്മളെ പല ആളുകൾ ഇതൊരു വയലേഷൻ എന്ന് അറിയാനാണ് ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന മനുഷ്യന്റെ റൈറ്റ് ഇല്ലാതെ നിങ്ങൾ എങ്ങനെ, ഇപ്പം മരിച്ചുപോയ മനുഷ്യരെ കുറിച്ച് എഴുന്നേൽപ്പിച്ച് നമ്മൾ ഡാൻസ് കളിപ്പിക്കണം. ഓക്കെ, ശരി, നിങ്ങൾ അവരുടെ കുടുംബത്തിനോട് അവർ അനുമതി വാങ്ങിച്ചു എന്നുള്ള ചോദ്യമുണ്ട്. അവരെ പ്രിയപ്പെട്ട ആളുകളെ അവരെ ചിലപ്പം വേദനിക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആലോചിച്ച് വേദനിക്കണം. ഇതൊരു വിഷയമാണ്. അപ്പൊ ഈ വിഷയത്തെ നമുക്ക് അഡ്രസ് ചെയ്യാൻ വേണ്ടി പിന്നെ സംഘടിതമായിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ഇതിലുണ്ടാവണം. ഡിജിറ്റൽ റൈറ്റുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള പിന്നെ മാനദണ്ഡങ്ങൾ ഉണ്ടാവണം. അത് ലംഘിക്കുന്നവർക്കെതിരെയുള്ള സംഗതികൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പല AI കമ്പനികളും ഇപ്പം ഒരു സെലിബ്രിറ്റീന്റെ ഒരു ഫോട്ടോ ഉണ്ടാക്കണം അല്ലെങ്കിൽ വീഡിയോ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ചെയ്യില്ല. പല പല പ്രമുഖ AI കമ്പനി എത്തിക്കൽ ഇത് ഫോളോ ചെയ്യുന്ന കമ്പനികൾ ചെയ്യാറില്ല. പക്ഷെ നമ്മളെല്ലാത്ത ഇഷ്ടം പോലെ മോഡലുകൾ, പ്രത്യേകിച്ച് ചൈനീസ് മോഡലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ നല്ലൊരു പാട്ടുകാരനായിരിക്കാം, എന്റെ പാട്ട് ഞാൻ പബ്ലിക് ഡൊമൈനിലേക്ക് ഞാൻ ഇതാക്കുന്നത്. പക്ഷേ എന്റെ പാട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള രൂപത്തിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്ന് പറയുന്ന രൂപത്തിലുള്ള ടെക്നോളജികൾ നിലവിൽ വികസിച്ചിട്ടുണ്ട്. അതിനെ നമ്മുടെ കലാകാരന്മാർക്ക് എങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റണം, എഴുത്തുകാർക്ക് എങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റണം, അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടറോ അല്ലെങ്കിൽ ഡയറക്ടറോ ആർക്കും അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റണം. അതിനുള്ള അറിവ് നമുക്ക് ഉണ്ടാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. നമ്മളുടെ സ്കൂൾ ഓഫ് സ്റ്റോറി ടെല്ലിങ്ങിന്റെ സിലബസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയും ഇത് തന്നെയാണ്. എത്തിക്കൽ ഫ്രെയിംവർക്കിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം, അതിന്റെ ലീഗൽ വിഷയങ്ങൾ. നമ്മളുടെ അവസാനത്തെ സെമസ്റ്ററിൽ ഞങ്ങൾ പഠിപ്പിക്കുന്ന ലീഗൽ വിഷയങ്ങളാണ്. സുപ്രീം കോടതിയിലെ പിന്നെ സീനിയർ അഭിഭാഷകരായിട്ടുള്ള ആളുകൾ അടക്കം നമ്മൾ അതിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പഠിപ്പിക്കണം, അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പൊട്ടൻഷ്യൽ ഉണ്ട് ഈ യന്ത്രത്തിൽ നിന്ന് പഠിപ്പിക്കണം. അത് കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് പോകാനുള്ളതാണ്. അതിന്റെ കരിക്കുലത്തിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം, അതായത് നമുക്കിപ്പോ ഒരു ത്രെഡ് ഉണ്ട്, ഒരു ഫിലിം സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുമ്പോൾ, ബിക്കോസ് ഐ എം എ ഫാൻ ഓഫ് you're coining the word school of storytelling, because you didn't say AI filmmaking. Yeah, of course you are underlining that, but അതിനേക്കാൾ that storytelling thing that stays forever. ഇനിയിപ്പോ ഒരു 2 നൂറ്റാണ്ട് കഴിഞ്ഞാലും സ്റ്റോറി ടെല്ലിംഗ് will survive, I think. മനുഷ്യനുള്ളിടത്തോളം കാലം. Yeah, so we'll come to that. പക്ഷെ ഈ പറഞ്ഞ ഒരു ത്രെഡ് നമ്മൾ AI ക്ക് കൊടുത്തിട്ട് നമ്മളുടെ വേറെയും കുറച്ചും കൂടി പ്രോംപ്റ്റ് ചെയ്തിട്ട്
we'll ask AI to develop and come up with something which the audience will appeal in Kerala, for example. Kerala appeal ചെയ്തിട്ടുണ്ടെങ്കിൽ definitely it will be appealing for others. അപ്പോൾ അല്ലെ ഞാൻ അത് പറയാം. അപ്പോൾ there is a question like who the author is. അല്ലെ, it's giving you everything that to make it structured ആക്കാന്ന് മാത്രമല്ല അതിന്റെ ക്രിയേറ്റീവ് കോൺസെപ്റ്റ് വരെ തരുന്നു. സോ who the author is. അത് വലിയൊരു ചോദ്യമാണ്. അപ്പം അമേരിക്കയില് ഞാൻ ഇതിന്റെ ഒരു ലീഗൽ എത്തിക്കൽ ഇതിന്റെ അകത്ത് ഫ്രെയിംവർക്കുകൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഗ്ലോബലി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് അമേരിക്കയിൽ മാത്രമാണ് ഇതിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിയമമുള്ളത്. ഈ ആരാണ് ഇപ്പം ഞാനൊരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഒരു ഫോട്ടോ മിഡ്ജേണി എന്ന് പറയുന്ന ഒരു AI മോഡൽ, ഒരു ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള AI മോഡലിനെ കൊണ്ട് ഉണ്ടാക്കും. ആ ചിത്രത്തിന്റെ ഓതർ ആരാണ്, അല്ലെങ്കിൽ അതിന്റെ കോപ്പിറൈറ്റ് എങ്ങനെയാണ് വരുന്നത്, ഞാൻ അതിന് കൊമേഴ്ഷ്യലി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് കോപ്പിറൈറ്റ് ഉണ്ടോ, കോപ്പിറൈറ്റ് വയലേഷൻ വരുമോ എന്നിപ്പം ഉള്ള ചോദ്യങ്ങളുണ്ട്. അപ്പം അമേരിക്കയിലെ ഫെഡറൽ നിയമത്തിന്റെ അകത്ത് വളരെ കൃത്യമായിട്ട് ഇപ്പം ഒരു പുതുതായിട്ട് എമെൻഡ് ചേർത്ത സംഭവം ഞാൻ മനസ്സിലാക്കിയത്, നിങ്ങൾ പ്രോംപ്റ്റ് ചെയ്തത് മാത്രം ആ പടം നിങ്ങളുടേതാവണമെന്നില്ല. നിങ്ങൾ ഒരു ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി അതിൻ്റെ അകത്ത് ഏത് എക്സ്റ്റെൻഡോളം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു ജനറേറ്റ് ചെയ്ത സാധനത്തിനെ അതേപോലെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. പക്ഷെ അതിനെ നിങ്ങൾ നിങ്ങളുടേതായ രൂപത്തിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റീവ് പൈപ്പ് ലൈനിലോ പ്രോസസ്സിലോ ആ സാധനം വന്നിട്ട് അതിനെ ആസ് എ ഹോൾ നിങ്ങളുടെ ഐഡിയ ആണ് അതിനെ ഒരുപാട് എന്താ പറയാ റോ മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പുതിയ സാധനം ഉണ്ടല്ലോ, ആ പുതിയ സാധനം നമ്മളുടെ. അപ്പം ആ രൂപത്തിൽ മനുഷ്യന്റെ ഇടപെടൽ എത്രത്തോളം ഉണ്ട്, ഹ്യൂമൻ ഇന്റർഫേസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഈ ലോ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഒരു ക്രിയേറ്ററെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇതിനെ ചുവട് പിടിച്ചത് തന്നെ യൂറോപ്യൻ യൂണിയനും അതിന് ചുവട് പിടിച്ചത് ഇന്ത്യയിലും ഇത്തരം സാധനങ്ങൾ വരുന്നു എന്നതിനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിൽ അത്രയും കൃത്യമായിട്ടുള്ള സാധനങ്ങളില്ല, ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല രൂപത്തിലും. പക്ഷെ നമ്മുടെ ഫ്രെയിം വർക്കിനകത്തും പല സാധനങ്ങളും പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടെ ഇത് ലീഗൽ പ്രശ്നമാണ്, ഒരേ സമയത്ത് ഇതൊരു എത്തിക്കൽ പ്രശ്നമാണ്, ഇതൊരു സോഷ്യൽ പ്രശ്നമാണ്. ഈ പറയുന്ന ആരാണ് ഓതർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു പ്രശസ്തമായ പുസ്തകമുണ്ട്, അതിന്റെ പേര് ഹൂ ഓൺസ് ദ മീഡിയ എന്നുള്ളതാണ്. ആരാണ് മീഡിയ ഓൺ ചെയ്യുന്നത്, ഹൂ ഓൺസ് ദ മീഡിയ. അതുപോലെയാണ് ഈ സത്യത്തിൽ ഈ ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ പ്രോംപ്റ്റ് നൽകുന്ന നമ്മളാണോ, പ്രോംപ്റ്റ് നൽകുന്ന നമ്മളുടെ. ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ എന്നോട് വർക്ക്ഷോപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആളുകൾ ചോദിക്കും, നിങ്ങൾ എത്ര ടൂളുകൾ പഠിപ്പിക്കും? അപ്പൊ ഞാൻ പറയും, നമ്മൾ ടൂളുകൾ മാത്രം പഠിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം ടൂൾ പഠിക്കുക എന്ന് പറയുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് രണ്ടും കൂടി ഒരു ബ്ലെൻഡിങ് ഉണ്ട്. ക്രിയേറ്റിവിറ്റിയുടെയും ടെക്നോളജിയുടെയും ഒരു ബ്ലെൻഡിങ് ഉണ്ട്. ഈ ബ്ലെൻഡിങ് കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് വളരെ ഗംഭീരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് പ്രോജക്റ്റ് നമുക്ക് പുറത്തോട്ട് എത്തിക്കാൻ വേണ്ടി പറ്റുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം വെറുതെ AI കുറെ ടൂളുകൾ പഠിച്ച് ഓക്കെ ഇത് എനിക്കറിയാം, ഈ ടൂൾ എനിക്കറിയാം, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആവുന്ന സംഭവം, ഇപ്പൊ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരു സിനിമാറ്റോഗ്രാഫർ അതിന്റെ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യുന്ന സംഗതി എങ്ങനെയാണെന്നുള്ളത് അതൊരിക്കലും ഒരു ലേമൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല. ആ ലൈറ്റ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അതൊരിക്കലും ലേമൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല. ലെൻസിന്റെ അപ്പേച്ചറോ അല്ലെങ്കിൽ അതിന്റെ ബാക്കിയുള്ള ടെക്നിക്കൽ സാധനങ്ങളോ സെറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഒരു സാധാരണക്കാരൻ മനസ്സിലാവണമെന്നില്ല. അതിന് ടോട്ടൽ എസ്തെറ്റിക്കൽ വാല്യൂ അതിൻ്റെ അകത്ത് കൊണ്ടുവരുന്ന കോമ്പോണൻസിന്റെ ബാക്കി ടോട്ടൽ സാധനങ്ങൾ ഒരിക്കലായിരിക്കില്ല. ഈ സബ്ജക്ട് ഡൊമൈൻ എക്സ്പെർട്ടുകളായിട്ടുള്ള ഒരാള് പ്രോംപ്റ്റ് നൽകുമ്പോൾ ആ പ്രോംപ്റ്റിന്റെ കരുത്ത് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും. അതൊരു സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല. ഇത് മെഷീൻസ് ഇപ്പം മിഡ്ജേണിയില് നമ്മളുടെ ഇതൊന്നും അറിയാത്തൊരു മനുഷ്യൻ ചെയ്യുന്നതും ഒരു സിനിമാറ്റോഗ്രാഫർ ചെയ്യുന്നതും രണ്ട് രീതിയിലായിരിക്കും അതിന്റെ ഔട്ട്. പക്ഷെ സിനിമാറ്റോഗ്രാഫർക്ക് അറിയാം എന്താണ് എനിക്ക് വേണ്ടത്, ഇത് ഈ ദൃശ്യം എങ്ങനെയായിരിക്കണം, അദ്ദേഹത്തിന്റെ തലയിൽ ഒരു ലൈറ്റ് പിന്നിൽ ഒരു ലൈറ്റ് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇമോഷണൽ ഡെപ്ത് കിട്ടുമോ, ഹ്യൂമൻ കണക്ട് കിട്ടുമോ, ഇത്തരം സാധനങ്ങൾക്ക് ഒരു ഡൊമൈൻ എക്സ്പെർട്ട് ആണ്. ഇത് കഥയുടെ കാര്യത്തിന്റെ അകത്തും തിരക്കഥയുടെ കാര്യത്തിന്റെ അകത്തും മ്യൂസിക്കിന്റെ കാര്യത്തിന്റെ അകത്തും എല്ലാം ബാധകമാണ്. നമ്മൾക്ക് അതിന്റെ ഒരു സബ്ജക്ട് എക്സ്പെർട്ട് ആണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പ്രോംപ്റ്റിന്റെ റിസൾട്ട് ആ രൂപത്തിലായിരിക്കും. അപ്പം അവിടെയാണ് ആരുടെയാണ് കല, അല്ലെ ആരാണ് ഇതിന്റെ ഓണർഷിപ്പ് എടുക്കുന്നത് ഉത്തരം കിടക്കുന്നത്. To the point ആണ്. That's quite interesting. ഇതിലിപ്പോ again കരിക്കുലത്തിലേക്ക് വരും. പക്ഷെ തിങ്സ് ആർ മൂവിങ് സോ ഫാസ്റ്റ്. ഇപ്പൊ വരുൺ പറഞ്ഞ പോലെ തന്നെ 2 മാസം
ഇപ്പോഴത്തെ സമയം കൊണ്ട് തന്നെ ഭയങ്കര മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. സോ how do you plan to adapt your curriculum to that? നല്ല ചോദ്യമാണ്. കാരണം നമ്മൾ മോഡലുകൾ എടുക്കാം. ഇപ്പം നമ്മളിപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, നേരത്തെ ഇതിനിടയിൽ ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ട് പോകാം. കാരണം നിലവിൽ അമേരിക്കൻ മോഡലുകളും ചൈനീസ് മോഡലുകളും തമ്മിലുള്ളൊരു ശീതയുദ്ധം നടക്കുകയാണ്. അല്ലെങ്കിൽ ചൈന വെസ്റ്റ് അമേരിക്ക എന്ന് പറയുന്നത് AI ഒരു വാർ ഉണ്ട്, ഒരു കോൾഡ് വാർ എന്ന് പറഞ്ഞാൽ. പണ്ട് USSR, ഞാൻ പറഞ്ഞ 90s ശീത യുദ്ധം പോലെയുള്ള വേറെ USSR US ഇതിനെ പോലെയുള്ള ശീത യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വാറിൽ ആരാണ് ജയിക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. ഈ മോഡലുകൾ എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. അപ്പൊ നിലവിൽ ഇപ്പം നമ്മൾ ആദ്യം കാണുന്ന റൺവേ കാണുന്നു, അത് കഴിഞ്ഞിട്ട് അതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള സോറ എന്ന് പറഞ്ഞിട്ട് OpenAIയുടെ തന്നെ മോഡൽ വരുന്നു. പക്ഷെ അത് ഓപ്പൺ ടു ഓൾ അല്ല. ആ സമയത്ത് എല്ലാവരും കണ്ടു, പക്ഷെ ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷയമായിരുന്നു. ഡിസംബറിലോ മറ്റോ 2024-23 ഡിസംബറിലോ മറ്റോ ഓപ്പൺ ചെയ്യുന്നുള്ള അനൗൺസ്മെന്റ് വരുന്നു. അതിനിടയിൽ ചൈനീസ് മോഡലുകൾ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് അതിഗംഭീരമായ റിയലിസത്തോട് അടുത്ത് നിൽക്കുന്ന കുറെ സാധനങ്ങൾ വരികയാണ്. പിന്നെ മത്സരം വെച്ചാൽ ഗൂഗിളിന്റെ VO3 വരുന്നു, സോറ വരുന്നു, പിന്നെ അവിടെ തന്നെയുള്ള റൺവേ, അമേരിക്കയിൽ തന്നെയുള്ള റൺവേ മോഡൽ വരുന്നു. ഇപ്പുറത്ത് വരുന്നത് ക്ലിങ് എന്ന് പറയുന്ന മോഡൽ വരുന്നു, സീഡ് ഡാൻസ് എന്ന് പറയുന്ന മോഡൽ വരുന്നു, ഹെയ്ലു മറ്റു മോഡൽ വരുന്നു. ഇങ്ങനെ പല പല മോഡലുകളും ചൈനീസ് മോഡൽ വരുന്നു. ഇന്ന് കാണുന്ന സംഭവം എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ പിന്നെ ഫാദറിന് ഒരു പേഴ്സണൽ ഒരു വിഷയമൊക്കെ ഉണ്ടായിട്ട് ഒരു ഓപ്പറേഷനൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ദിവസം ഒരാഴ്ച ഞാൻ മാറി നിന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ. ഈ ഒരാഴ്ച കൊണ്ട് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, നേരത്തെ അമേരിക്കൻ മോഡലുകളൊക്കെ ബെഞ്ച് മാർക്കിൽ പല സ്ഥലത്തുണ്ടെങ്കിൽ ഇപ്പൊ ബെഞ്ച് മാർക്കിലെ ആദ്യത്തെ 3 or 4 സാധനങ്ങളും ചൈനീസ് മോഡലുകളാണ്. അപ്പൊ ഇത്ര വേഗത്തിൽ ഒരാഴ്ച കൊണ്ട് തന്നെ ബെഞ്ച് മാർക്കിന്റെ സാധനങ്ങളൊക്കെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നു ചൈനീസ് മോഡൽ. 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും ഇപ്പൊ കിടക്കുന്നത് ചൈനീസ് മോഡൽ. വീഡിയോ മേക്കിങ്ങിന്റെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ള മോഡലുകൾ പലതിലും ചൈനീസ് മോഡലുകളുടെ ഡോമിനേഷൻ. അപ്പൊ ഇവർക്ക് എങ്ങനെയാണ് ഡേറ്റ കിട്ടുന്നത്? ഇവർക്ക് ഗ്ലോബൽ ഒരുപാട് ഡേറ്റ സംഗതികളുണ്ട്. അവർക്ക് പിന്നെ അമേരിക്കൻ മോഡലുകൾക്ക് പല പല റെസ്ട്രിക്ഷൻസും സംഭവങ്ങളും ഉണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷെ ഇവർ പറയുന്നത് നമ്മൾ കുറേ കൂടെ സ്പീഡായിട്ട് ഈ സാധനങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിന്റെ അകത്ത് ഈ പറയുന്ന സ്പീഡ് എന്ന് പറയുന്ന സംഭവം ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് കൊപ്പ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങളുടെ സ്കൂൾ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന ഞങ്ങളുടെ സ്ഥാപനത്തിനകത്ത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സംഭവം കൊണ്ടുവരുന്നത്, R&D ഡിവിഷൻ കൊണ്ടുവരുന്നത്. ഈ R&D ഡിവിഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്ര സ്പീഡിൽ ഈ സംഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറിക്കൊണ്ടിരിക്കുന്നതിനെ എങ്ങനെ നമ്മുടെ കരിക്കുലവുമായി ഫിറ്റ് ചെയ്യാം. അപ്പം ഇതിൽ എവറി 2 weeks നമ്മുടെ കരിക്കുലം അതിനനുസരിച്ചിട്ട് റീഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയും ഡൈനാമിക് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു ഷോട്ട്, ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഷോട്ട് ഏത് മോഡലിൽ എങ്ങനെ ഏത് രീതിയിൽ ചെയ്യണം എങ്ങനെ എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവും. അപ്പം ഈ ബെഞ്ച് മാർക്കുകൾ എന്താണെന്ന് അറിയണം. ഈ ബെഞ്ച് മാർക്കുകൾ പിന്നിൽ പ്രവർത്തിക്കുന്ന ഡേറ്റ എങ്ങനെയാണ് അതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നതെന്ന് പഠിക്കണം. ഇതിന് വേറെ എന്തെങ്കിലും കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പഠിക്കണം. ഇത് മുഴുവൻ നമ്മളുടെ കരിക്കുലവുമായി ബന്ധപ്പെട്ട് നമ്മൾ നവീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആഴ്ചയിലും നമ്മൾ ലൈവ് സെഷനുകളും സംഭവങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, എന്നെ സംബന്ധിച്ച് ഭയങ്കര എന്താ പറയാ, ഒരു പന്തയത്തിന്റെ ഒരു ഫീലുള്ള ഒരു സംഗതിയാണ് ഈ പറയുന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത്. അത്രയും ഫാസ്റ്റ് ആയിട്ട് പഠിക്കുകയും അപ്ഡേറ്റ് ചെയ്യും, കരിക്കുലം അപ്ഡേറ്റ് ചെയ്യും എന്ന് പറയുന്നത്. കാരണം ഇപ്പോ പല എക്സിസ്റ്റിംഗ് കോഴ്സസിലെ ഏറ്റവും വലിയ ചാലഞ്ച് അതാണെന്ന് തോന്നുന്നു. കാരണം എക്സിസ്റ്റിംഗ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസിൽ പോലും when you look at the curriculum, it looks obsolete. That way this R&D thing is like, and to keep that updated, and it's very very inspiring that way. ഇപ്പൊ ഇനി കരിക്കുലത്തിലേക്ക് വരാം, കോഴ്സിലേക്ക് വരാം. കാരണം അതറിയാനായിരിക്കും ഒരു പക്ഷേ അത് തീർച്ചയായിട്ടും പറയണല്ലോ. അപ്പോ കോഴ്സിന്റെ പ്രത്യേകതകൾ എന്താണ്? ലൈക്ക് ബിക്കോസ് ഇത് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് AI കോംപ്രഹെൻസീവ് ചെറിയ ചെറിയ കോഴ്സുകൾ ഓൾറെഡി ഉണ്ട്. Okay, yeah. So if you could brief on the nature of course and who is eligible to ഒപ്പം like there are technicians or there are people who have already explored many things. So what should I unlearn to start?
ഞാൻ പറയും എല്ലാ സമയത്തും അൺലേൺ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കീപ്പ് ഓൺ ലേൺ എന്ന് പറയുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട വാക്കാണ് അൺലേൺ എന്ന് പറയുന്നത്. പിന്നെ അൺലേൺ ചെയ്തിട്ട് നമ്മൾ വീണ്ടും ലേൺ ചെയ്യേണ്ടി വരും. അത് ഇത് എല്ലാം നേരത്തെ നമ്മളിപ്പോ ഞാൻ പത്രത്തിലായിരുന്നു എൻ്റെ മാധ്യമ പ്രവർത്തനം തുടങ്ങിയത്. അന്ന് എനിക്ക് ആകെ ഒരൊറ്റ സോഫ്റ്റ്വെയർ മാത്രം പഠിച്ചാൽ മതി. അതിന്റെ പേര് പേജ് മേക്കർ എന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇൻഡിസൈൻ എന്ന് പറഞ്ഞൊരു സാധനം വന്നു. അതും ഞാനൊരു 2 വർഷം കൂടുമ്പോൾ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അതിന് എന്തെങ്കിലും ഒരു അപ്ഡേഷൻ ചിലപ്പോൾ വന്നേക്കാം. പ്രശ്നമില്ല, 2 വർഷത്തിലൊരിക്കൽ. പിന്നെ അത് കഴിഞ്ഞ് ടെലിവിഷന്റെ ഇതിലേക്ക് പോകുന്നു, ഡിജിറ്റലിലേക്ക് പോകുമ്പോൾ ടെലിവിഷനിൽ ഇപ്പം മാതൃഭൂമിയിലായാലും ഏഷ്യാനെറ്റിലായാലും പിന്നെ റിപ്പോർട്ടിലായാലും എല്ലാം NPS, ഡാലെ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ വരികയാണ്. ഈ സോഫ്റ്റ്വെയറുകളാണെങ്കിലും 1 വർഷമോ 2 വർഷമോ ഒക്കെ നമുക്ക് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഡിജിറ്റലിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി സ്പീഡിൽ സാധനങ്ങൾ മാറുന്നുണ്ട്, സംഗതികളൊക്കെ ഉണ്ട്. പക്ഷെ AI വരുന്ന സമയത്ത് ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കും. അതൊരു ഒട്ടും അതിശയോക്തി അല്ലാത്തൊരു സാധനം. AI ബാക്കി എല്ലാ AI സാധനങ്ങളും മാറ്റി വെക്കും. ക്രിയേറ്റീവ് AI എന്ന് പറയുന്ന ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിൽ ഉള്ള AI മോഡലുകളെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ അമേരിക്കൻ മോഡലുകളും ചൈനീസ് മോഡലുകളും തമ്മിലുള്ള ശീതയുദ്ധമാണ്. അപ്പം ഇങ്ങനെ നടക്കുന്ന ഒരു സ്ഥലത്ത് നമ്മളുടെ ഒരു പുതിയൊരു കോഴ്സ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന സമയത്ത് എന്തായിരിക്കണം എന്നുള്ള ചിന്ത ഞങ്ങളുടെ ടീമിനെ സംബന്ധിച്ച് വളരെയധികം ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്. എന്തായിരിക്കും ഞങ്ങളുടെ പ്രോഗ്രാം എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ഈ 3 മാസത്തെ ഒരു മോഡൽ ഒരു പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ റെക്കോർഡഡ് ആയിട്ടുള്ള സെഷനുകളായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ടുള്ളതും എക്സാമ്പിൾസ് ഒക്കെ വെച്ചുകൊണ്ടുള്ള റെക്കോർഡഡ് ഒരു സ്ട്രീം അതായിരിക്കും. രണ്ടാമത്തത്, എല്ലാ ആഴ്ചയിലും നമ്മളൊരു ലൈവ് ഇൻഡസ്ട്രി സെഷൻ ഉണ്ട്. ലൈവ് ഇൻഡസ്ട്രി സെഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഓഫ്കോഴ്സ് അതിൽ AI ടെക്നോളജിയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സയന്റിസ്റ്റുകൾ ഉണ്ടാവും, ഡേറ്റാ സയന്റിസ്റ്റുകൾ ഉണ്ടാവും, ML എക്സ്പെർട്ടുകൾ ഉണ്ടാവും, മെഷീൻ ലേണിംഗ് എക്സ്പെർട്ടുകൾ ഉണ്ടാവും. അതിനൊപ്പം തന്നെ ഇൻഡസ്ട്രിയിലെ ഫിലിം ഇൻഡസ്ട്രിയിലെ തിരക്കഥാകൃത്തുക്കൾ, സംവിധായകർ, പിന്നെ സിനിമാറ്റോഗ്രാഫർ, ഓഫ്കോഴ്സ് അവരൊക്കെ ആയിരിക്കും ഇതിനെ ലീഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സൗണ്ട് ഡിസൈനേഴ്സ്, രംഗനാഥ രവീനൊക്കെ പോലത്തെ ആളുകൾ നമ്മൾ ഇവരുടെ അസോസിയേറ്റ് ചെയ്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ പേര് ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം B. അജിത് കുമാർ നമ്മുടെ കൂടെ, പിന്നെ എഡിറ്റർ രാജീവ് രവിയുടെ ടീമിലുള്ള B. അജിത് കുമാർ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു നിര ആളുകൾ നമ്മൾ ഇതിന്റെ കൂടെ വരുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, ഒരു മാസത്തിന്റെ അവസാനം ഒരു വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നമ്മൾ കൊച്ചിയിൽ ഒത്തുചേരാൻ ഒന്നിച്ച് എന്നുള്ളൊരു സങ്കല്പവും നമ്മൾ ആലോചിക്കുന്നുണ്ട്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് നേരിട്ട് കണ്ട് ഇൻഡസ്ട്രി എക്സ്പെർട്ടുകളോടൊക്കെ ഇന്ററാക്ട് ചെയ്യാനും നെറ്റ്വർക്ക് ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. പക്ഷെ ആസ് എ ഹോൾ നമ്മളിതൊരു ഓൺലൈൻ കോഴ്സായിട്ടാണ് ആലോചിക്കുന്നത്. ഈ കൊച്ചിയിലെ സംഭവത്തിൽ പോലും ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്ന് പഠിക്കുന്ന ആളുകളായാലും ശരി, അവർക്ക് ചോദ്യം ചോദിക്കാനും ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടാവും. അപ്പൊ നമ്മുടെ പേസിനും നമ്മുടെ സമയത്തിനും നമ്മുടെ കാലത്തിനും അനുസരിച്ച് ഇത് പഠിക്കും. 3 മാസം കൊണ്ട് നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റും. കുട്ടികളെ സംബന്ധിച്ച് ചിലപ്പം ഒരു 3 മാസമൊക്കെ കഴിഞ്ഞില്ല വിചാരിക്കും, നിങ്ങൾക്ക് 4-ാം മാസം 5-ാം മാസം അത് തീർക്കാം. അത് 1 വർഷം വരെ നമുക്ക് അതിന്റെ ബാക്കപ്പും അപ്ഡേഷനും കീപ്പ് ഓൺ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന നമ്മുടെ ഈ സിലബസിന്റെ അകത്ത് കീപ്പ് ഓൺ അപ്ഡേറ്റ് 1 വർഷം വരെ നിങ്ങൾക്ക് അത് കിട്ടുകയും ചെയ്യും. പക്ഷെ നമ്മൾ ഈ 3 മാസം കഴിഞ്ഞിട്ട് ഓക്കെ ശരി ബൈ ബൈ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് പൊക്കോളൂ എന്ന് പറയല്ലേ ചെയ്യുന്നത്. ഞങ്ങളുടെ ഞാൻ അതാ പറയുന്നത്, ഒരു പ്രസ്ഥാനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, നമ്മളൊരു കമ്മ്യൂണിറ്റി ഡ്രിവൺ ഒരു സ്കൂൾ ആവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ സംബന്ധിച്ച് ഒരു പുതിയ പ്രോജക്റ്റ് വരികയാണ്. എനിക്ക് നാളെ സിനിമ ഒരു പ്രോജക്റ്റ് വരികയാണ്. അപ്പൊ ആ പ്രൊജക്ട് വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഒരു പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിചാരിക്കാം. അപ്പൊ ഈ പ്രൊജക്ട് കൊടുക്കുക നമ്മളുടെ കുട്ടികളെ കൊണ്ടായിരിക്കും ആ സാധനങ്ങൾ ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ ഈ എക്സ്പെർട്ടുകളുടെ നിയന്ത്രണത്തിൽ ഈ കുട്ടികളായിരിക്കും അതിന്റെ സംഗതികൾ ചെയ്യുക. അല്ലെങ്കിൽ ഇന്ന് നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ള അംഗങ്ങളായിരിക്കും ഇത് ചെയ്യാം. അങ്ങനെ ഒരു കീപ്പ് ഓൺ സാധനമായിട്ട് അവരെ കൂടെ എംപവർ ചെയ്യുക, ഒരേ സമയത്ത് അവരെ എംപവർ ചെയ്യുക, അവർക്കുള്ള ജോലി സാധ്യതകൾ കണക്ഷൻ കൊടുക്കുക. അവരുടെ സ്റ്റുഡിയോസിന് ഇപ്പം ഒരുപാട് സ്റ്റുഡിയോസിന് AI ആർട്ടിസ്റ്റുകളുണ്ട്. എന്നെ പേഴ്സണലി വിളിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എനിക്ക് കുറച്ച് കുട്ടികളെ തരാൻ വേണ്ടി പറ്റുമോ, നിങ്ങളുടെ ഇതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള കുട്ടികളെ തരാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ടെലിവിഷൻ ചാനലുകൾക്ക് ആവശ്യമുണ്ട്, പിന്നെ സ്റ്റുഡിയോസിന് ആവശ്യമുണ്ട്, എല്ലാവർക്കും ആവശ്യമാണ്. അപ്പം AI എനേബിൾഡ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആർട്ടിസ്റ്റുകൾ അതൊരു വലിയ മേഖലയായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്.
അപ്പം അതിന് വളരെ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് വന്ന കോളുകളും എല്ലാം തന്നെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ വേണ്ടി പറ്റാത്തതുകൊണ്ടാണ്. അതിന്റെ ഒരു വലിയ ഒരു ഏറ്റവും പ്രമുഖരായിട്ടുള്ള സംവിധായകർ തന്നെ ഈ AI-ലോട്ടുള്ള ഷിഫ്റ്റിൽ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരതിൽ ചെയ്യുന്നുണ്ട്. പലരും AI മാത്രമുള്ള ചില സാധനങ്ങളും ആലോചിക്കുന്നുണ്ട്. ഹൈബ്രിഡ് ആയിട്ട്, അതായത് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് അതിനെ എൻഹാൻസ് ചെയ്യുന്ന രൂപത്തിലേക്കുള്ള എലമെന്റുകൾ ചേർത്തുകൊണ്ടുള്ള സാധനങ്ങളും ആ രൂപത്തിലും ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ പ്രമുഖരായിട്ടുള്ള സിനിമാക്കാർ വരെ ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു കാലത്ത് VK പ്രകാശ് ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് ചെയ്ത് ഡിജിറ്റൽ പ്രൊജക്ഷൻ ചെയ്യുമ്പോൾ മെയിൻ സ്ട്രീം സിനിമ അത് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അത് ഇറ്റ് വാസ് ബിഗ് സ്ട്രഗിൾ ഫോർ ഹിം. അത്രയും ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇപ്പൊ. പക്ഷെ എങ്ങനെയാണ് പൊതുവെ റിസപ്റ്റീവ്നെസ് എങ്ങനെയാണ് ഫ്രം ദ ഫിലിം ഫ്രട്ടേണിറ്റി? വലിയ ആശങ്കയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആളുടെ പേരൊന്നും പറയാൻ പറ്റില്ലെങ്കിലും പലരും വിളിച്ചിട്ട് പലരുടെയും പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് അവർ ഹെവിലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം സ്റ്റുഡിയോസ് പ്രത്യേകിച്ച് ഇപ്പം ഞാൻ പറയുന്നത് തമിഴിലും തെലുങ്കിലും ഒക്കെ ഉള്ള ആളുകളുണ്ട് കേട്ടോ. അപ്പം അവരൊക്കെ എന്താ സംഭവം എന്ന് വെച്ചാൽ അപ്പം അന്നപൂർണ സ്റ്റുഡിയോയിൽ ഒരു CTO കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചു. ഇവിടെ ഫിലിം നമ്മുടെ കോൺക്ലേവ് വന്ന സമയത്ത്, പോളിസി കോൺക്ലേവ് വന്ന സമയത്ത് ഒരു വിർച്വൽ സെറ്റിനെ കുറിച്ചും വിർച്വൽ പ്രൊഡക്ഷനെ കുറിച്ചിട്ടൊക്കെയാണ് അവർ സംസാരിച്ചത്. അപ്പൊ എന്താ പറയാ, എല്ലാം മാറാൻ വേണ്ടി പോവാണ്. AI എല്ലാത്തിനും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, വലിയ രൂപത്തിൽ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവരൊക്കെ സംബന്ധിച്ച് വലിയ ഇൻവെസ്റ്റ്മെന്റ്, ഇപ്പം VFX-ന്റെ ഒക്കെ കോടിക്കണക്കിന് രൂപയുള്ള സിസ്റ്റങ്ങളും അതിന്റെ ഹൈലി സൊഫോസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അതിന്റെ ബാക്ക് എൻഡ് സാധനങ്ങളും എല്ലാം ഇൻഫ്രാസ്ട്രക്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞ ആളുകളാണ്. അല്ലെങ്കിൽ ഇത്രയും ആളുകൾ പണിയെടുക്കുന്ന ഒരു VFX ഇൻഡസ്ട്രി ഒക്കെ ഒരു നിമിഷം കൊണ്ട് ഇതിനെ എന്താ പറയാ മൊത്തത്തിൽ തകിടം മറിയുന്ന രൂപത്തിലേക്ക് സാധനങ്ങൾ മാറുന്നു. ഇപ്പം അനിമേഷന്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ ഇതേപോലുള്ള സംഗതികൾ ഉണ്ടാകുന്നു. കാർട്ടൂൺ ഇതുണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ചും ഇതേപോലുള്ള ആശങ്കകൾ ഉണ്ടാകുന്നു. അപ്പം ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവരുടെ ബാരിയർ. ഇപ്പൊ ഞാനെപ്പോഴും എൻ്റെ ആസ്പയറിംഗ് ഫിലിം മേക്കേഴ്സ് സ്റ്റുഡൻസിനോട് പറയുന്ന സംഗതി എന്ന് വെച്ചാല്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആയുധം എന്ന് പറയുന്നത് ഹോളിവുഡിലുള്ള ഒരു സ്റ്റുഡിയോയിലുള്ള ഒരു ടെക്നീഷ്യന്റെ കയ്യിലിരിക്കുന്ന അതേ ആയുധമാണ്. ഓക്കെ, ഈ ആയുധം വെച്ച് സായിപ്പ് നിങ്ങളോട് പറഞ്ഞു തരുന്ന, സായിപ്പിന് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങൾ ഒന്നാണ്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ഈ ആയുധം നമ്മുടെ കയ്യിലില്ലായിരുന്നു. ചിലിയില് നമ്മൾ നേരത്തെ ക്രിസ്റ്റബോൾ വെലൻസിലയുടെ കഥ പറഞ്ഞതുപോലെ ഹോളിവുഡിൽ അന്തിച്ച് നിൽക്കുകയാണ് നമ്മൾ. എന്താണ് നമുക്കിത് പറ്റുന്നില്ലല്ലോ, ഒരു തേർഡ് വേൾഡ് കൺട്രി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പം ആയുധമുണ്ട് എന്നതാണ്. ഇനി ആകെ പഠിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ആയുധം എങ്ങനെ, എവിടെ, ഏത് രൂപത്തിൽ നമുക്ക് ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാം, ഇതിനെങ്ങനെ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, പല സാധനങ്ങൾ അൺലേൺ ചെയ്യുക, പുതുതായിട്ട് ലേൺ ചെയ്യുക എന്നുള്ള സാധനം തന്നെയാണ്. അപ്പം ഈ പറയുന്ന ഒരു ലെയർ ഓഫ് ആളുകളെ സംബന്ധിച്ച് അവർക്ക് മാറണമെന്നുണ്ട്. പക്ഷെ വലിയൊരു പ്രൊട്ടസ്റ്റ് ഇതിന്റെ ഉള്ളിൽ ഉണ്ട്. കാരണം ഇപ്പം നമുക്കറിയാം, AI വന്നപ്പം സംഘടിതമായ സമരം നടന്നത് ഹോളിവുഡിലാണ്. ഹോളിവുഡില് പിന്നെ കലാകാരന്മാരും എഴുത്തുകാരും ടെക്നീഷ്യന്മാരൊക്കെ തെരുവിലിറങ്ങി സമരം ചെയ്ത് AI നടപ്പാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമരം എങ്ങനെയാണ് തീർന്നതെന്ന് നമുക്കറിയാം. അത് 6 മാസത്തേക്ക് നമ്മൾ ഇത് നടപ്പാക്കില്ല എന്ന് സ്റ്റുഡിയോകളുടെ ഉറപ്പിലായിരുന്നു ചെയ്തത്. അല്ലാതെ നടപ്പാക്കില്ല എന്നല്ലായിരുന്നു. 6 മാസം കഴിഞ്ഞ് 6 മാസം നിങ്ങൾക്ക് ഇത് പഠിക്കാം എന്നുള്ളതാണ് കൊടുത്തത്. ഈ ഫിലിം മേക്കിങ്ങും അല്ലെങ്കിൽ AI എനേബിൾഡ് വെബ് ഫ്ലോയും നിങ്ങൾക്ക് പഠിക്കാം എന്നുള്ളതായിട്ട് പറഞ്ഞത്. ഇപ്പം പല സ്റ്റുഡിയോസും, അമേരിക്കയിലുള്ള പല സ്റ്റുഡിയോസും, ഇപ്പം അയാളുടെ പേര് ഞാൻ പറഞ്ഞ ഒരു പ്രമുഖ ഹോളിവുഡിലെ ഒരു സ്റ്റുഡിയോ നടത്തുന്ന ഒരു പ്രൊഡ്യൂസർ, അദ്ദേഹം $800 ബില്യൺ സ്റ്റുഡിയോ എക്സ്പാൻഷനാണ് ഫ്രീസ് ചെയ്തത് ബിക്കോസ് ഓഫ് സോറ വന്നത്. ഹോളിവുഡ് റിപ്പോർട്ട് ചെയ്ത ഒരു സ്റ്റോറിയാണ്. അപ്പം അദ്ദേഹം $800 ബില്യൺ നിർത്തിവെച്ചു, ആ സ്റ്റുഡിയോ എക്സ്പാൻഷൻ നിർത്തിവെച്ചു ഈ സോറയുടെ ഇത് കണ്ടപ്പം. സോറ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന സംഭവങ്ങളെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഭീകരമായ അല്ലെങ്കിൽ അതിനേക്കാൾ ഗംഭീരമായ മോഡലുകളാണ്. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ അന്താളിച്ച് നിൽക്കുക എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. ഈ അന്താളിപ്പിലാണ് സത്യത്തിൽ നമ്മുടെ
ഫിലിം ഫെറ്റേണിറ്റി അല്ലെങ്കിൽ ഫിലിം ആളുകളുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പലർക്കും ഇതിലേക്ക് ആത്മാർത്ഥമായിട്ട് മാറണം എന്നുള്ള ആഗ്രഹമുണ്ട്. പലരും മാറിക്കൊണ്ടിരിക്കുന്നത്, പലരും ഗംഭീരമായിട്ട് സ്വന്തമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്റർനെറ്റ് പിന്നെ ആർക്കും കുത്തകയല്ല, അവിടുന്ന് സ്വന്തമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. സ്വന്തമായിട്ട് എക്സ്പെരിമെന്റുകൾ നടത്തി സിനിമയിൽ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇത് കാലക്രമേണ എനിക്ക് തോന്നുന്നത് ഇനി ഒരു ഗംഭീരമായിട്ടുള്ള എന്താ പറയാ, ഇതിനെ ഏറ്റവും നന്നായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആളുകൾ എന്ന് പറയുന്നത് മിഡ് ലെവലിൽ നിൽക്കുന്ന ഷോർട്ട് ഫിലിം മേക്കേഴ്സ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഷോർട്ട് ഫിലിം മേക്കേഴ്സിനെ നമുക്ക് എംപവർ ചെയ്യാൻ വേണ്ടി പറ്റിയാൽ, അവർക്കൊരു വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റിയാൽ, നമ്മുടെ പിള്ളേരെ നമ്മുടെ കോളേജുകളിൽ, എഞ്ചിനീയറിംഗ് കോളേജിൽ അല്ലെങ്കിൽ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരെ ഇത് വെച്ച് എംപവർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? എംപവർ ചെയ്യാൻ വേണ്ടി പറ്റിയ അവർ ഗംഭീരമായിട്ടുള്ള മാജിക്കുകൾ കാണിക്കും. കാര്യം അവർക്ക് നേരത്തെ ഇല്ലാത്ത ആയുധം ഓൾറെഡി കയ്യിലുണ്ട്. എവിടെ, എങ്ങനെ, ഏത് രൂപത്തിൽ ഉപയോഗിക്കണം മാത്രം നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി, ബാക്കി അവർ ചെയ്തു. വളരെ ചാലഞ്ചിങ് ആണ്, അറ്റ് ദ സെയിം ടൈം വളരെ ഇൻസ്പയറിംഗ് കൂടിയാണ്. ഇപ്പൊ IFFK-യുടെ ദിവസങ്ങൾ അടുത്ത് വരാണ്. അവിടെ യു ആർ സെറ്റിംഗ് അപ്പ് സ്റ്റോൾ ടു ഡെമോൺസ്ട്രേറ്റ് ദ പോസിബിലിറ്റീസ്. അതിനെ കുറിച്ചൊന്ന് പറയോ? IFFK-യില് നമ്മള് ഏറ്റവും വലിയ ഒരു ക്രിയേറ്റീവ് ഇവന്റ് ആണല്ലോ. ഐ മീൻ ഒരു ഫിലിം മേക്കേഴ്സിന്റെ ഏറ്റവും വലിയൊരു ഗാദറിംഗ് നടക്കുന്ന സംഭവമാണ്. അപ്പം അവിടെ വരുന്നതിൽ ഭൂരിപക്ഷം യുവാക്കളും ആസ്പയറിംഗ് ഫിലിം മേക്കേഴ്സുമാണ്. അവരെ സംബന്ധിച്ച് സിനിമകൾ ക്യൂ നിന്ന് കാണുന്നു, പൊരുവേലത്ത് നിന്ന് കാണുന്നു, സംഗതികളൊക്കെ ചെയ്യുന്നു. അവിടെ നിന്ന് കുറെ കുട്ടികൾ ഉണ്ടാക്കുന്ന കുറെ സിനിമകൾ, ലോക സിനിമകൾ നമ്മൾ കാണുന്നു. അതിനൊപ്പം തന്നെ ആ വരുന്ന ക്യൂ നിൽക്കുന്ന കുട്ടികൾക്ക് നാളെ അതുപോലത്തെ ഒരു ലോക സിനിമ ഉണ്ടാക്കണം എനിക്ക് എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ക്യൂ നിന്ന കാലത്ത് പറ്റില്ലായിരുന്നു. പക്ഷെ ഈ IFFK-യുടെ കാലത്ത് ക്യൂ നിൽക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അത് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് വലിയ ചെലവുകളില്ലാതെ, ഇപ്പൊ നമുക്കറിയാം, പിന്നെ ഒരു കുട്ടിക്ക് ഒരു സിനിമ എടുക്കണം, അല്ലെങ്കിൽ ഒരു പുതിയ പുതുമുഖ കക്ഷിക്ക് ഒരു സിനിമ എടുക്കണം, എന്തൊക്കെ തരത്തിലുള്ള വാതിലുകൾ മുട്ടേണ്ടി വരും, എന്തൊക്കെ തരത്തിലുള്ള. പണ്ട് നമ്മൾ കോടമ്പക്കത്തേക്ക് മറ്റേ ട്രെയിൻ കയറി പോകുന്ന കഥകൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ചെന്നൈയിലേക്ക് അവിടെ പോയിട്ട് അലഞ്ഞു തിരിഞ്ഞ് പൈപ്പ് വെള്ളം കുടിച്ച കഥകളൊക്കെ ഒരുപാട് ഞാൻ എന്റെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഇല്ലാതെ, കോടമ്പക്കത്തേക്ക് പോവാതെ, കൊച്ചിയിലോട്ട് കയറാതെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത്, ലോകത്തിന്റെ ഏത് ഭാഗത്തായിക്കോട്ടെ, നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് നിങ്ങൾക്ക് പറ്റാവുന്ന അത്യാവശ്യം മോശമില്ലാത്ത ഒരു ലാപ്ടോപ്പ് ഉണ്ടാവുക, നിങ്ങളുടെ മനസ്സിലൊരു കഥയുണ്ടാവുക, നിങ്ങൾക്ക് അതിനൊന്ന് തുറന്നു വിടാൻ വേണ്ടി പറ്റുക, അതിനുള്ള പിന്നെ എന്താ പറയാ, എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റികളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ ഡൊമൈൻ എക്സ്പേർട്ട് ആവുക അല്ലെങ്കിൽ അതിലേക്ക് വരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. എല്ലാ പഠനത്തിനപ്പുറത്താണ് സിനിമ കാണുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. അപ്പം IFFK-യിൽ ഞങ്ങൾ ഇപ്രാവശ്യം ഉണ്ട്. IFFK-യിൽ ഞങ്ങൾ പ്രധാനപ്പെട്ട ഒരു പിന്നെ എന്താ പറയാ, ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ആളുകളായിട്ട് AI ഫിലിം മേക്കിങ്ങിനെ എങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട എന്താ പറയുക ഒരു ആലോചനകളൊക്കെ നമ്മളവിടെ ഡിസ്കഷനുകളൊക്കെ നടത്തണം എന്ന് ആലോചിക്കുന്നുണ്ട്. IFFI-യിൽ ഓൾറെഡി വളരെ പ്രധാനപ്പെട്ട സെഷനുകൾ ഉണ്ടായിരുന്നു AI ഫിലിം മേക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ട്. നമ്മൾ എന്തായാലും അവിടെ നമ്മുടെ പ്രസൻസ് ഉണ്ട്, സ്കൂളിന്റെ പ്രസൻസ് ഉണ്ടാകും. ഇതെല്ലാം പറഞ്ഞു, ഇറ്റ്സ് വെരി പ്രോമിസിങ്. മുൻപ് പത്മരാജന്റെ പ്രതിമൻ രാജകുമാരിയില് പാരഡൈസ് ഐലൻഡിലേക്ക് നൂറ്റാണ്ടുകളോളം ബുക്കിംഗ് തീർന്നിരിക്കാന്ന് പറഞ്ഞ പോലെ ബുക്കിംഗ് എത്രത്തോളം തീർന്നിരിക്കുകയാണ്? ഇനി എപ്പോഴേക്കാണ് വേക്കൻസി ഉണ്ടാവുക? നമ്മൾ അടുത്ത ഒരു 10 ദിവസത്തിനകം നമ്മൾ എൻറോൾമെന്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഈ എൻറോൾമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആകെ 25 സീറ്റ്സ് മാത്രമാണ് ഓപ്പൺ സീറ്റായിട്ട് നമ്മൾ വെക്കുന്നത്. കാരണം ആ 25 ഇപ്പം ഓൺലൈനിലാകുമ്പോൾ ഒരുപാട് ആളുകളൊക്കെ വേണമെങ്കിൽ പല സ്ഥലത്തും നമുക്ക് ഇതാക്കാൻ വേണ്ടി പറ്റും. നമ്മളെ സംബന്ധിച്ചുള്ള പ്രശ്നം, നമ്മുടെ ഫസ്റ്റ് ബാച്ചാണ്, നമ്മളെ പ്രീമിയം ബാച്ചാണിത്, ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ട ഒരു ബാച്ചാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ട് ഒരു പേഴ്സണൽ അറ്റൻഷൻ ഓരോരുത്തരും കൊടുക്കാൻ വേണ്ടി പറ്റുന്ന രൂപത്തിലേക്കുള്ള നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടാവുന്ന ആളുകൾ, ഏറ്റവും നല്ല ആളുകളെ തന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. 25 പേർക്ക് ശേഷം വരുന്നത് ഫിലിം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഫിലിം പ്രൊഫഷണൽസിന് വേണ്ടി നമ്മൾ കുറച്ച് സീറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ആസ്പയറിംഗ് ഫിലിം മേക്കേഴ്സ് അല്ലാതെ, അത് സ്റ്റുഡൻസ് അല്ലാതെ നിലവിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയും കൂടെ നമ്മുടെ ഇതിന്റെ ഭാഗമായിരിക്കും. അതൊരു 10 ദിവസത്തിനുള്ളിൽ നമ്മളത് എൻറോൾമെന്റ് ഓപ്പൺ ചെയ്യും. നമ്മുടെ വെബ്സൈറ്റ് sostorytelling.com എന്നാണ് നമ്മുടെ സ്കൂൾ ഓഫ് സ്റ്റോറി ടെല്ലിങ്ങിന്റെ വെബ്സൈറ്റ്. ആ sostorytelling.com-ൽ കയറി കഴിഞ്ഞതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക്
പിന്നെ കാര്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി പറ്റും. വെരി ഗുഡ്. ഇപ്പോ നമുക്ക് ഇത്രയും ഇൻഫർമേഷനിൽ നിർത്താൻ തോന്നുന്നു. നമ്മൾ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ അകത്ത് എനിക്കൊന്ന് കണക്ട് ചെയ്യണമെന്ന് ചോദിച്ച സംഭവം എന്ന് പറയുന്നത്, നേരത്തെ ചോദിച്ചായിരുന്നു, ഞാനത് ആ പോയിന്റ് വിട്ടുപോയതാണ്. നമ്മൾ കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ നമ്മുടെ സ്കൂൾ ആസ് എ ഹോൾ, നമ്മളൊരു ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ആർ യു എ ഓഗ്മെന്റഡ് ഹ്യൂമൻ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കൊരു ഓഗ്മെന്റഡ് ഹ്യൂമൻ ആവാൻ വേണ്ടി പറ്റുമോ എഐയുടെ കാലത്ത്? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ആരാണ് ഓഗ്മെന്റഡ് ഹ്യൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നേരത്തെ ഞാൻ പറഞ്ഞു തന്നെയാണ്, അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ തന്നായിരുന്നു. അതായത് ഈ ടെക്നോളജിയും ഈ ഹ്യൂമൻ എംപതിയും, ഈ എംപതി മാത്രമാണ് എഐയുടെ കാലത്ത് മനുഷ്യരിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റാത്തത്. ഈ എംപത്തറ്റിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ കണക്ട് അല്ലെങ്കിൽ ഇമോഷണൽ ഡെപ്ത് എന്നൊക്കെ പറയുന്നത് മനുഷ്യന്മാർക്ക് മാത്രമുള്ള സാധനമാണ്. ആ മനുഷ്യന്മാർക്ക് മാത്രമുള്ള എംപതിയും ഈ പറയുന്ന ടെക്നോളജിയും കൂടി ഒന്നിച്ച് നമുക്കൊരു എംപത്തറ്റിക് ഫ്യൂച്ചർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ആ എംപത്തറ്റിക് ഫ്യൂച്ചറിലായിരിക്കും നമ്മളുടെ പിന്നെ എന്താ പറയാ ഇതിന്റെ ഒരു മുന്നോട്ടുള്ള പോക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്ന ആർ യു എ ഓഗ്മെന്റഡ് ഹ്യൂമൻ, തയ്യാറാണോ നിങ്ങൾ ഒരു ഓഗ്മെന്റഡ് ഹ്യൂമൻ ആവാൻ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. That answers that, the whole principle of it, അല്ലെങ്കിൽ the philosophy of it. Yeah, thank you so much. It's quite Thank you. inspiring, wonderful listening to you, and I'll keep bothering you at times to get more, to know more what's happening new, and wishing all the best for for the Thank you. School of Thank you. Storytelling, and Varun and the team. All the best. Thank you. Thank you. Thank you. Thank you. Thank you so much.